രമേശ് ചെന്നിത്തല നിയമസഭയിലേക്ക് മത്സരിക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ UDF-മായി സഹകരിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് UDF നേതാക്കൾക്ക് മാണി ഗ്രൂപ്പിലെ ഒരു ഉന്നതൻ വാക്ക് നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനുള്ളിലെ ചക്കളത്തി പോരാട്ടം കൊണ്ട് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥ നിലനിൽക്കുമ്പോൾ 2026 ഭരണം പിടിക്കാൻ ഏത് വഴിയും തേടുകയാണ് UDF. പക്ഷെ മാണി ഗ്രൂപ്പിന്റെ ഈ നിബന്ധന അംഗീകരിക്കുവാനുള്ള സാധ്യത കുറവാണെന്നാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പങ്കുവച്ചത്. UDF-ന്റെ ഘടകകക്ഷികൾക്ക് കോൺഗ്രസിന്റെ ഇന്നത്തെ പോക്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സാഹചര്യത്തിൽ മാണി ഗ്രൂപ്പിന്റെ ഈ നിബന്ധനയ്ക്ക് കോൺഗ്രസ് നേതൃത്വം വഴങ്ങാനുള്ള സാധ്യത വളരെയേറെയാണെന്നാണ് ഒരു ഘടകകക്ഷി നേതാവ് പങ്കുവച്ചത്. 2016 മുതൽ 21 വരെ UDF-ന് ഭരണം കിട്ടിയില്ലെന്നുള്ളത് ഘടകകക്ഷികളെ ആശങ്കാകുലരാക്കുന്നില്ല. കാരണം അത് സ്വാഭാവികമാണ്. ഒരു UDF അല്ലെങ്കിൽ LDF, UDF മാറിയാൽ LDF, LDF മാറിയാൽ UDF, അങ്ങനെ ഒരു കീഴ്വഴക്കമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ 2021 മുതൽ ഇന്ന് വരെയുള്ള ഏതാണ്ട് 4 വർഷക്കാലത്തെ കാത്തിരിപ്പിന് 40 വർഷത്തിന് നീളമുണ്ട്. കോൺഗ്രസിന് ഭരണം ആവശ്യമില്ലെങ്കിൽ ഭരണം ആവശ്യമുള്ളവരുടെ കൂടെ കൂടുവാൻ തങ്ങളെ നിർബന്ധിതരാക്കുന്നു എന്നാണ് അവരിൽ ചിലർ കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചത്. മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാണി ഗ്രൂപ്പ് കൂടിയില്ലാതെ UDF-ന് ഒരു രീതിയിലും ഭരണം പിടിക്കാൻ സാധിക്കുകയില്ല. കാരണം മാണി ഗ്രൂപ്പിന് ശക്തമായ പിന്തുണയുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. ഇതറിയാവുന്ന ലീഗ് മുന്നണി വിട്ട് പോയ മാണിയെ അന്ന് വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് മുന്നണിയിൽ തിരികെ കൊണ്ടുവന്നത്. ഇപ്പോഴും ലീഗ് മാണി ഗ്രൂപ്പിന്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലഭിക്കുന്ന വിവരമനുസരിച്ച് അന്ന് 20 നിയമസഭാ സീറ്റും നിലവിലുള്ള ലോക്സഭാ സീറ്റും തൊട്ടടുത്ത് ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റും നൽകാമെന്നായിരുന്നു മാണി ഗ്രൂപ്പിന് നൽകിയ വാഗ്ദാനം. അന്ന് രാജ്യസഭയിൽ കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസിന്റെയും സീറ്റുകളായിരുന്നു ഒഴിവന്നിരുന്നത്. കേരള കോൺഗ്രസിന്റെ ഒഴിവന്ന സീറ്റ് അവർക്ക് തുടരാൻ അവസരം നൽകി. അന്ന് ആ പ്രശ്നം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് ദാനം നൽകിയെന്ന രീതിയിലാണ് അക്കാലത്ത് കോൺഗ്രസിനുള്ളിലുള്ള നേതാക്കന്മാർ വരെ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിന്റെ ഒരു നേതാവ് കോഴിക്കോട് വെച്ച് ലീഗ് നേതൃത്വമായി രഹസ്യ സംഭാഷണം നടത്തിയത്. നേരിൽ കാണുമ്പോൾ സൗഹൃദം കാണിക്കുമെങ്കിലും ചെന്നിത്തലയോട് കേരള കോൺഗ്രസുകാർക്കുള്ള ശത്രുത നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ഉമ്മൻചാണ്ടിയെ മറിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ച ചെന്നിത്തല അതിനായി KM മാണിയെ ബലി കൊടുക്കാൻ ശ്രമിച്ചത് മാണി ഗ്രൂപ്പിനെയും വേദനിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയെ മുഖ്യമന്ത്രിയായി അവതരിപ്പിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ അതിനെപ്പറ്റി കേരള കോൺഗ്രസുകാർ ബോധവാന്മാരാണ്. അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചുമന്നുകൊണ്ട് നടക്കുവാൻ തങ്ങളെ കിട്ടില്ലെന്ന് തന്നെയാണ് മാണി ഗ്രൂപ്പ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ UDF നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മാണി ഗ്രൂപ്പിലെ നേതാക്കന്മാർ കൂട്ടായി എടുത്ത ഒരു തീരുമാനമായി ഇതിനെപ്പറ്റി ആരും അഭിപ്രായപ്പെടുന്നില്ല. മുൻപ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുന്ന കാര്യം ആലോചിക്കുമ്പോൾ UDF നേതാക്കൾക്ക് അന്ന് രഹസ്യമൊക്കെ ചോർത്തി കൊടുത്തിരുന്ന ഒരു നേതാവ്, അയാൾ തന്നെയാണ് ഇപ്പോൾ പുതിയ ഫോർമുലയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് തീരുമാനിക്കണമെന്ന് മുൻപൊരു ഘടകകക്ഷി നേതാവ് പറഞ്ഞതിന്റെ പൊരുളും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. കോൺഗ്രസിനുള്ളിലെ കുതികാൽ വിട്ട് സത്യത്തിൽ ഘടകകക്ഷികൾക്കാണ് വിനയായി മാറുന്നത്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെന്നിത്തലയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം, താങ്കൾ ഇന്ന് കോൺഗ്രസിന് ഒരധിക പറ്റാണ്, എടുക്കാച്ചരക്കാണെന്ന്. അയാൾ മത്സരിച്ചാൽ UDF തന്നെ അവതാളത്തിലാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരാൾക്ക് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം നല്ലതാണ്. പക്ഷെ അത് ജനം അംഗീകരിക്കില്ലെന്ന് ബോധ്യമാകുന്ന നിമിഷത്തിൽ അവിടുന്ന് കളം മാറുന്നതാണ് നല്ലത്. ഇതിനിടയിലാണ് NSS ജനറൽ സെക്രട്ടറിയെ കളത്തിലിറക്കി പാർട്ടിയിൽ മേൽക്കൈ എടുക്കാമെന്ന ആശയവുമായി ചെന്നിത്തല കളത്തിലിറങ്ങിയത്. ഒരു നായരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് NSS ജനറൽ സെക്രട്ടറി മോഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അത് ഇന്നയാൾ തന്നെ ആകണമെന്നുള്ളത് അതിമോഹമാണ്. മുഖ്യമന്ത്രിയെ ഘടകകക്ഷികൾ തീരുമാനിക്കുന്ന അവസ്ഥ വന്നാൽ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും മര്യാദക്കാരായി നിന്നുകൊള്ളും. പഴയ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ട് കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന കോൺഗ്രസിന് രക്ഷപ്പെടുവാനുള്ള അവസാനത്തെ പിടിവള്ളിയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്. 1967 കേവലം 9 പേരുമായി സർക്കസ് ആരംഭിച്ച K കരുണാകരൻ അവലംബിച്ച അതേ പാത പിന്തുടരാതെ കോൺഗ്രസിന് ഇനി നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ.